ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നീറ്റ് എക്സാം എഴുതിയിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നീറ്റ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങളൊരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് റെഗുലർ ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക. ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു ടാർഗറ്റ് ആണ്, നീറ്റ് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം എഴുതുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കടമ്പ നിങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതിയിട്ട് ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുകയായിരിക്കും. കുറേ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും, കുറേ ദിവസങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക എന്നുള്ളൊരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ മെയിനായിട്ട് 5 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല, റീഫ്രഷ് യുവർ മൈൻഡ്. കുറേ ആയിട്ട് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനോ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എക്സാമിൻ്റെ പ്രിപ്പറേഷനിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കലും അതേപോലെ തന്നെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാനോ ഉള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ റിലാക്സ് ആവുക. നിങ്ങളൊന്ന് കൂളായതിനു ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എക്സാം കഴിഞ്ഞു, എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 1-2 വർഷമായിട്ട് റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് റിലാക്സ് ചെയ്യുക. കാരണം അത് നിങ്ങൾ അത്രയും പ്രിപ്പയർ ചെയ്ത് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടാണ് ഉണ്ടായിരുന്നത്. കുറേ വർഷത്തിന് ശേഷമാണ് ഇത്രയും ടഫായിട്ടുള്ളൊരു നീറ്റ് എക്സാം NTA ഭാഗത്തു നിന്ന് കൊടുക്കുന്നത്. ഫിസിക്സിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത സമയത്ത് കുറേ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്സിലൊക്കെ നമുക്ക് കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി നിങ്ങൾക്ക് നേരെ ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയും വേണ്ട. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറയാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ റിലാക്സ് ആയി നിങ്ങളുടെ മൈൻഡൊക്കെ കൂളായി നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കാം. NTA വെബ്സൈറ്റിൽ അവർ ആൻസർ കീസ് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസറും നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസറും ആ ഒരു NTA വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ആൻസറും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ആൻസേഴ്സ് ഒക്കെ കണ്ടിട്ട് നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫ് ആയതുകൊണ്ട് തന്നെ കൺഫ്യൂസിങ് ആൻസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഓപ്ഷൻസിൽ തന്നെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡൻസിന് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് ആൻസേഴ്സ് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ പാനിക് ആവണ്ട. ആൻസർക്ക് കണ്ട് പാനിക് ആവുക അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുക വേണ്ടി തെറ്റിപ്പോയെന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസറും ആ ആൻസറും കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കൂളായിട്ട് വേണം ഈ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. എന്നിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ആൻസേഴ്സ് എങ്ങനെയാണ് അവിടെ വന്നത്, അതേപോലെ മിസ്റ്റേക്സ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ആ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ സെക്കൻഡായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ നിങ്ങൾ കൂളായി റിലാക്സ് ആയി നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൗൺസിലിംഗ് പ്രോസസ്സിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS BDS ആയുഷ് കോഴ്സുകൾക്ക് ഇന്ത്യയിൽ അഡ്മിഷൻ എടുക്കുന്നത് ഈ ഒരു കൗൺസിലിംഗ് വഴിയാണ്. ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് MCC കൗൺസിലിംഗ് ആണ്. ഇനി സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലെല്ലാം തന്നെ 50% സീറ്റ്സ് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് MCC കൗൺസിലിംഗ്. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലെല്ലാം ബാക്കി വരുന്ന 85% സീറ്റ്സ് എന്ന് പറയുന്നത് ആ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും റിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സീറ്റ്സിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് കൗൺസിലിംഗ് ആയിരിക്കും.
ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് MCC കൗൺസിലിംഗ് തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഓരോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൻ്റെയും 85% സീറ്റ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് കൗൺസിലിംഗ് ഉണ്ട്. ഇപ്പോൾ കേരള ആണെങ്കിൽ കീമാണ് ആ കൗൺസിലിംഗ് നടത്തുന്നത്, അതേപോലെ തന്നെ കർണാടക ആണെങ്കിൽ KEA ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള കൗൺസിലിംഗ് ആണ് ഉള്ളത്. ഓരോ സ്റ്റേറ്റിനും സ്വന്തമായിട്ട് സ്റ്റേറ്റ് കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, ഇപ്പോൾ കേരളക്കാരാണെങ്കിൽ കീം വഴിയാണ് നിങ്ങളത് അറ്റൻഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇനി ഓരോ സ്റ്റേറ്റിൻ്റെയും അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് കോളേജസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ കേരളത്തിലെ പ്രൈവറ്റ് കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റിൻ്റെ കൗൺസിലിംഗ് സെക്ഷൻ ആണ്. അതേപോലെ തന്നെ കർണാടക ആണെങ്കിൽ അവരുടെ. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ വേണമെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ തന്നെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ്, ഏത് കോളേജിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കൗൺസിലിംഗ് ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കൗൺസിലിംഗ് പ്രോസസ്സിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം. അതിനുശേഷം മാത്രം കൗൺസിലിംഗ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ്, കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവാം. അപ്പം നെക്സ്റ്റ് നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും. അതേപോലെ തന്നെ NTA വെബ്സൈറ്റിൽ അവർ ഒഫീഷ്യലായിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി അതേപോലെ ഇപ്പോൾ ഓരോ സ്റ്റേറ്റുകളും അവരുടേതായിട്ടുള്ള റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഏത് കോളേജിലാണ് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി അറിഞ്ഞ് മാത്രം നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യാം. അപ്പോൾ കോളേജസ് ചൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ റാങ്ക് എന്താണ്, നിങ്ങൾക്ക് ഏത് കോളേജിലായിരിക്കും അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കി അത് അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജസിൽ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു റാങ്ക് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തന്നെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് തന്നെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ഇപ്പം തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ നീറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ വർഷം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട, ആരും പാനിക് ആവണ്ട, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ എൻ്റെ ടൈം പോയി അല്ലെങ്കിൽ എൻ്റെ കരിയർ പോയി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങി വയ്ക്കുക. ഓരോ ടൈമും വിലപ്പെട്ടതാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ ആൻസർ ചെയ്ത് എല്ലാ പോർഷൻസും കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്ന് തോന്നുന്ന സ്റ്റുഡൻസ് ആണ്, നല്ല രീതിയിൽ റാങ്ക് കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത അഡ്മിഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിംഗ് പ്രോസസ്സ്, അതേപോലെ തന്നെ ഏത് കോളേജ് ചൂസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ അഡ്മിഷനിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിരിക്കും, നമുക്കറിയാം അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അപ്പം കിടന്ന് ഓടാനുള്ള ടൈം കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെക്കണം. പിന്നെ അടയ്ക്കാനുള്ള ഫീസ് കാര്യങ്ങൾ അതൊക്കെ റെഡിയാക്കി വെക്കുക. ലാസ്റ്റ് മിനിറ്റിൽ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ് റെഡിയാക്കാൻ നമുക്ക് വിചാരിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം യോഗ്യത ഉള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കിട്ടാണ്ട് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടും കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ്, ക്യാഷ്, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. ആ ഒരു ലാസ്റ്റ് ടൈമിൽ കിടന്ന് ഓടേണ്ട അവസ്ഥ വരരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5 കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നീറ്റ് എക്സാം കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ റിലാക്സ് ആയിരിക്കുക. ഇപ്പം നിങ്ങൾ കൂളായിട്ടിരിക്കുക. കാരണം ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ കൂടി ചെയ്യാം.